ഒരു കപ്പ് ചോറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു മുട്ടയാണ്. അത് ഇതിലേക്ക് അടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം. അര ഗ്ലാസ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ മുട്ടയും ചോറും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. ഇനിയിപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ചോറെടുത്ത അതേ കപ്പിന് 2 കപ്പ് മൈദാമാവാണ്. അപ്പോൾ രണ്ടാമത്തെ കപ്പ് മൈദാമാവ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് നല്ലതുപോലെ ഇവിടെ യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇവിടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പരുവത്തിന് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടുന്നതിന് എൻ്റെ കയ്യിൽ നല്ലപോലെ പറ്റുന്നത് കൊണ്ട് കയ്യിൽ ഇച്ചിരി എണ്ണ കൂടെ തടവി ഇട്ടാണ് ഞാനിത് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുന്നത് എങ്ങനെയെന്ന് കാണാം. നല്ല പരുവത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ആ ജാറിൽ ഒഴിച്ചത് കാണിച്ചത് അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോഴിത് ഇങ്ങനെ ഉരുളകളാക്കി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. അത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദ മാവ് തന്നെ എടുത്താലും എടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്, അത് പുരട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാം ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഓരോ ഉരുളകളെടുത്ത് പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ അവസാനത്തെ ഉരുളയുടെ പരത്തയാണ്. നമ്മൾ ഉരുട്ടി വെച്ചിരുന്നതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒന്നേ ഉള്ളൂ, അതൊന്ന് പരത്തി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന കൂട്ടത്തിൽ കൂടെ എണ്ണ തടവി കൊടുക്കാൻ ഒട്ടും മടി കാണിക്കരുത്. പാം ഓയിലായാലും മതി. ഞാൻ ഇവിടെ ഇച്ചിരി നെയ്യൂടെ ചേർത്താണ് പുരട്ടി കൊടുക്കുന്നത്. അത് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ സഹായിക്കും. സ്പൂണിലോ അല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണ ഇടുന്ന ബ്രഷ് ഉള്ളവർക്ക് ബ്രഷ് വെച്ചോ ഒക്കെ തടവാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ തടവിയാലും മതി. ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഓരോ മടക്കിലും എണ്ണ തടവി കൊടുക്കണം. ഇതിപ്പോൾ എണ്ണ ഞാൻ എടുത്തത് തീർന്നു. എന്നിട്ട് ഇച്ചിരി മാവ് ഇട്ട് കൊടുക്കണം, എന്നാലേ അത് ലെയറായിട്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. ഇവിടെയൊക്കെ എണ്ണ തടവി കൊടുക്കാനുള്ളതാണ്. എണ്ണ തടവിയതിന് ശേഷം ഇച്ചിരി മാവ് തൂവി കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളിതുപോലെ മാവ് തടവി ആ എണ്ണയൊക്കെ തടവിയാലേ
നമ്മൾ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പറന്നിരിക്കും. നെയ്യുള്ളവർക്ക് നെയ്യ് തടവാം, നെയ്യ് എണ്ണയിൽ കൂടെ ചേർത്ത് തടവാം. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ആണ് തടവിയിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചൂടായ തവയിലേക്ക് ഇച്ചിരി എണ്ണ, ഇത് ഞാൻ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ്. എണ്ണ മാത്രമല്ല, എന്നാൽ നെയ്യ് മാത്രമല്ല, ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയിൽ മിക്സ് ചെയ്തതാണ്. അത് എണ്ണ മാത്രം എടുത്താലും മതി. ഇപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ പൊങ്ങി വരുന്നത്. ഞാനിത് ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. ഒരു കറി ഉണ്ടാക്കുന്ന സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്കിതിലേക്ക് അങ്ങൂഞ്ഞ് ഇച്ചിരി എണ്ണ ഇങ്ങനെ തടവി കൊടുക്കാം. വല്ലപ്പോഴും തടവിയാൽ മതി. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അടുത്തത് എടുത്തിട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി എണ്ണ തടവി കൊടുക്കണം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. ഒരു കാരണവശാലും കരിയാൻ ഇട വരരുത്. നല്ലതുപോലെ പൊങ്ങി വരണമെങ്കിൽ നമ്മൾ തീ കൂട്ടി വെച്ചാലേ ഒക്കെയുള്ളൂ. പക്ഷേ പെട്ടെന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയും വേണം. ഇതിപ്പോൾ അവസാനത്തേതാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത്, എണ്ണ ഒഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ശരിയായി കിട്ടും. നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിനാണ് നമ്മൾ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടി, അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മധുരം കിട്ടത്തക്ക രീതിയിൽ ഉപ്പിടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മധുരവും കൂടെ അടിക്കും. പൊറോട്ടയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ ചെറിയ മധുരം അടിക്കുന്ന, അതുപോലെ ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട. പിന്നെ അതുപോലെ തന്നെ അത് ചെറിയ ഉരുളകളാക്കിയാൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഇത്രയും സമയം ചുടാൻ ഒരുപാട് സമയം നമ്മൾ എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വെന്ത് വരണ അകത്തെ ലെയറൊക്കെ. അപ്പോൾ ഈ വെന്തിട്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ട, അകത്ത് വെന്താലേ അങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ ആ ഉരുളകൾ ചെറുതാക്കിയിട്ട് നല്ലപോലെ പരത്തി മടക്കിയെടുത്താൽ അതൊക്കെ പെട്ടെന്ന് വെന്ത് വരും. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. അല്ല ഇതുപോലെ എപ്പോഴും തിരിച്ചിട്ട് തോന്നിയ നേരം നിൽക്കണം, വലിയ ഉരുളകളായാലും. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇപ്പോൾ ഞാൻ ഒരു മുട്ടയും ഒരു കപ്പ് ചോറും വെച്ച് തയ്യാറാക്കിയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെറോട്ട തന്നെ വേണമെങ്കിൽ പെറോട്ട തന്നെ. അത് നല്ല ടേസ്റ്റി ആയിട്ട് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ഗ്രീൻ പീസ് കറി കൂടെ ഞാൻ തയ്യാറാക്കിയായിരുന്നു. ഇവിടെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം. ആദ്യമേ പാടായിട്ടൊക്കെ തോന്നും, വളരെ ഈസിയാണ്. ഞാൻ വിചാരിച്ച് വലിയ പാടായിരിക്കുമെന്ന്. അപ്പോൾ ആ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.